ഒരു സ്റ്റാർട്ടപ്പ് അതല്ലെങ്കിൽ ഒരു ഓൺ ബ്രാൻഡ് അത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ എല്ലാവരും ഒരു ആഗ്രഹം. അപ്പോൾ എല്ലാവരും പറയും നമുക്കിപ്പോ ഒരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഓൺ ബ്രാൻഡ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫ്രീ സോൺ വിട്ടുകാണ്ട് പുറത്ത് വരണം, അതല്ലെങ്കിൽ നമ്മൾ 100% ഫുൾ ടൈം ആയിട്ട് ഇറങ്ങിയാലേ നടക്കുള്ളൂ. ബട്ട് അതൊക്കെ ഒരു മിഥ്യാധാരണ. അവിടെയാണ് വി ആർ പ്രസന്റിങ് അവർ BBH. ഒരു ജോലി എന്ന് പറയുന്നത് നിങ്ങൾ തുടങ്ങാൻ പോണ സ്റ്റാർട്ടപ്പിനോ അതല്ലെങ്കിൽ ഒരു ഓൺ ബ്രാൻഡിനോ ഒരിക്കലും ഒരു തടസ്സമല്ല. അത് ശരിക്കും ഒരു പ്രൊട്ടക്ഷനാണ്. കാരണം നമ്മൾ ഒരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഒരു ഓൺ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് ഫസ്റ്റിൽ തന്നെ ഏണിങ്സ് നമുക്ക് ഇത്ര പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പൊ ശരിക്കും ഇതൊരു പ്രൊട്ടക്ഷനാണ്. ഇത് ഞാൻ ചെയ്തതല്ല. 11 ബില്യൺ ഇന്ന് ആസ്തിയുള്ള Airbnb സ്ഥാപകനായ ബ്രയാൻ ചെസ്കി ചെയ്തതാണ്. ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഒരു ഓൺ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഉണ്ടാവുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ ഈ സാലറി ഒരു പരിധി വരെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ നമ്മൾ ചാടി കയറിയാണ്ട് കുറെ അൺഹെൽത്തി ഡിസിഷൻസ് എടുക്കും. അത് അതിനുള്ള സാധ്യത കുറയും. അതേപോലെ നമുക്ക് പെട്ടെന്ന് ക്യാപിറ്റൽ ഉണ്ടാക്കാനുള്ള സ്ട്രെസ് ഉണ്ടാവും, അത് പറയും. അതേപോലെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളായിട്ട് സംസാരിക്കാം. അതേപോലെ തന്നെ നമുക്ക് കുറെ കോണ്ടാക്ട്സുകൾ കിട്ടും. പിന്നെ വാണിജ്യ തലത്തിൽ പുതിയ പുതിയ അറിവുകൾ നേടാൻ നമുക്ക് കഴിയും. നമ്മൾ പറഞ്ഞ ബ്രയാൻ ചെസ്കി ഇതിൽ ഒരാൾ മാത്രമാണ്. അതുപോലെ വർക്കിനിടയിൽ സ്റ്റാർട്ടപ്പുകളും ഓൺ ബ്രാൻഡുകളൊക്കെ തുടങ്ങി ബില്യണേഴ്സ് ആയ ഒരുപാട് വ്യക്തികളുണ്ട്. അവരെ കുറിച്ച് അറിയാനും അവർ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് അറിയാനും അതുപോലെ 40 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയ കിട്ടണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് ഫോളോ മീ.